നമസ്കാരം, നന്ദകുമാറാണ്. അതായത് ഒരു ചെറിയൊരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു കോമഡി വന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാന്ന് ചോദിച്ചത്. വേറെ ഒന്നല്ല, അതായത് ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിമിനൽ ഒഫൻസീവ് ആയിട്ടുള്ള പടങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് മനുഷ്യനെ, അതുകൊണ്ടിട്ടാണ് ഇവിടെ നാട്ടുകാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മഹാഭാരത യുദ്ധം തൊട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള പണ്ടത്തെ പല യുദ്ധങ്ങളും ഉണ്ടാകുന്ന സമയത്ത് സിനിമ കണ്ടെത്തിയിട്ട് പോലും ഇല്ല അല്ലേ. കാട്ടാളന്മാരുടെ ഇടയിലൊക്കെ കയറിയിട്ട് ആൾക്കാർ ബഹളം ഉണ്ടാക്കുകയും തമ്മിത്തല്ലുകയൊക്കെ ചെയ്തപ്പം ഒരു സിനിമയും ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തൊട്ടിട്ട് ആൾക്കാരുടെ അക്രമവാസനകളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു പ്രശ്നം നിലനിൽക്കെ തന്നെ ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്ന മച്ചാൻ ദ പ്രൊഡ്യൂസർ ഓഫ് ഇവിടെ പറയണേ മാർക്കോയുടെ പ്രൊഡ്യൂസർ പുതിയ പടത്തിന്റെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, കാട്ടാളൻ. അളിയ അത്ര ഉള്ളു സംഭവം. ഞാൻ പറയട്ടെ, സിനിമകളൊന്നും അല്ല ഇതിന്റെ പ്രശ്നം. സിനിമകൾ സ്വാധീനിക്കോ അല്ലെങ്കിൽ സിനിമകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ളതല്ല, അതിന്റെ സെക്കൻഡറി ആണ് ആക്ച്വലി. വളർത്തുദോഷം അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. മക്കളെ മര്യാദക്ക് വളർത്തണം, മക്കളെ വളർത്തേണ്ട രീതിക്ക് വളർത്തണം. മക്കളുടെ കൂട്ടുകെട്ടുകൾ, മക്കൾ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മക്കൾ എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ രക്ഷകർത്താക്കൾ നോക്കണം. രക്ഷകർത്താക്കൾ വെറും കൊഞ്ഞയാണെങ്കിൽ മക്കൾ വെറും കൊഞ്ഞയായിപ്പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സമൂഹത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആക്ച്വലി മനുഷ്യന്റെ തോന്നലുകളാണ് അല്ലേ. അവന്റെ തോന്നലുകളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ഇപ്പൊ ഞാൻ എൻ്റെ കമോണ്ടർ ഏലിയൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതായത് മനുഷ്യന്റെ തോന്നലുകൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്താണ് പ്രശ്നം, ഇത് ആരാണ് ഈ തോന്നലുകൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ തോന്നലുകൾ വരുന്നത് എന്നൊക്കെ പറയുന്ന വലിയൊരു സബ്ജക്റ്റാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയുള്ള സബ്ജക്റ്റുകളാണല്ലോ ബാക്കി ഓരോ സിനിമാക്കാരും സംസാരിക്കുന്നത്. അപ്പൊ സിനിമ എഴുതുമ്പോഴാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എഴുതുന്നതല്ല, നമ്മൾ കുറെ ദിവസങ്ങൾ ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ചൊക്കെയാണ് ഓരോ സിനിമകളും എഴുതുന്നത്. ചിത്രീകരിക്കാൻ പൈസ കുറയുമ്പോഴത്തേക്കും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇത് വരുന്നതെന്നുള്ളതല്ലാതെ നല്ല കാശുള്ള അണ്ണന്മാരൊക്കെ നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാ വെച്ചാല്, സമൂഹത്തില് നന്മ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്, സമൂഹത്തിൽ തിന്മ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈ തിന്മ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരുത്തിനെ ഉപദ്രവിക്കുക എന്ന് തന്നെയാണ് അർത്ഥം അല്ലേ. സമൂഹത്തിൽ മനുഷ്യനെ ഉപദ്രവിക്കുക, തിന്മ ചെയ്യണമെന്നുള്ളവര്. എന്താണ് ഇതിൻ്റെയൊക്കെ എക്സാക്ട് കാരണം? അവന്റെ ചിന്തകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവന്റെ ചിന്തകൾക്കൂടെ ഇടയിൽ കൂടി എല്ലാം ചിന്തകൾ വന്നതിന് ശേഷമാണല്ലോ ഇതെല്ലാം ചെയ്യത്തുള്ളൂ, അല്ലാതെ ഇതാരും ഒന്നും ചെയ്യത്തൊന്നുമില്ല. അപ്പൊ ചിന്തകളിൽ നല്ല ചിന്തകൾ വരണമെന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവം വേണം, നല്ല അറിവ് വേണം. ബേസിക്കലി അതാണ് വേണ്ടത്, നല്ല അറിവ് വേണം. നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മുടെ അറിവാണ്. നമ്മുടെ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ അറിവാണ്. അപ്പോൾ മാക്സിമം നമുക്ക് നോളജ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അടുക്കെ നല്ല രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ എങ്ങനെയാണോ ജീവിക്കേണ്ടതെന്നുള്ള ഒരു സമൂഹത്തിനോടൊരു പ്രതിബദ്ധത, ഇതെല്ലാം വരുന്നത് രക്ഷകർത്താക്കളിൽ നിന്നാണ്. അപ്പൊ രക്ഷകർത്താക്കളാണ് ഇതിന്റെ പ്രശ്നം. അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ച് ഫ്രീഡം കിട്ടിയതിന്റെ കാരണം, ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇന്നത്തെ തലമുറകളെ അധികം പ്രഷർ കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം കിട്ടുന്നത്. പക്ഷെ ആ ഫ്രീഡത്തിനെ മിസ്യൂസ് ചെയ്യുന്ന തലത്തിലേക്ക് പിള്ളേർ പോകുന്നതിന്റെ കാരണം ഈ റെസ്ട്രിക്ഷൻസിന്റെ പ്രശ്നവും, പിന്നെ അവരുടെ ഉള്ളില് എന്താ പറയാ, എന്താണ് അതിന് പറയാ, ആക്രമിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടാകും ചിലപ്പം ചിലർക്ക്. അതായത് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ ഫേസ്ബുക്കിന്റെ ഇടയിൽ ഓരോരുത്തന്മാർ വന്ന് വെച്ച് കുറച്ച് കമന്റ് ഇടുമ്പോൾ അവന്മാർക്ക് അത് ഇടുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. അതേപോലത്തെ സുഖങ്ങൾ കിട്ടുന്ന ആൾക്കാരെ മാക്സിമം ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരിക, അവർക്ക് വേണ്ടതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക. അതിന് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് പോവുക എന്നുള്ളതാണ്. അത് ഒരാളല്ലെന്നേ, ഇത് ഒരു കൂട്ടം ആൾക്കാർ ചേരുമ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്ത് ഓരോരുത്തരും ഭാഗമാണ്. ഇപ്പം ഞാൻ പറയുന്നത്, വില കുറഞ്ഞിട്ടുള്ള പാനീയങ്ങൾ വിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ വരെ പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. നമ്മുടെ വഴിവെക്കത്തിരുന്ന് വെച്ച് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന ആൾക്കാരടക്കം പ്രശ്നമാണ്. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കി ക്ലീനപ്പ് ആയിട്ടൊരു ക്ലീൻ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ഉണ്ടാക്കിയാൽ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ചിരി വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമായിട്ട് ഇത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അതായത് സിനിമ സ്വാധീനിക്കുന്നു, സിനിമ എൻഡോസൾഫാൻ പോലെയാണ്, സിനിമ അതാണ്, സിനിമ ഇതാണ്, മറ്റതാണ്, മറിച്ചാണ്, വാങ്ങാത്തോലിയ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാട്ടാളൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു പോസ്റ്റർ കണ്ടു പാളിയാ, ഞാൻ ചിരിച്ചു. എടാ നമ്മള് ഓരോരുത്തരും നന്നാവാൻ തീരുമാനിച്ചാൽ ഈ സമൂഹം നന്നാവും അല്ലേ. സമൂഹം എന്ന് പറയുന്നത് ഓരോരുത്തരാണ്. അപ്പം
ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലുള്ളത് തൊട്ടിട്ട് അവനവൻ്റെ അയലോക്കത്ത് തൊട്ടിട്ട് അവനവൻ്റെ ജില്ല തൊട്ടിട്ട് സ്റ്റേറ്റ് തൊട്ടിട്ട് നാഷൻ തൊട്ടിട്ട് അങ്ങനെ ഓരോന്നോരോന്ന് നന്നാക്കി കൊണ്ടിരുന്നാൽ നല്ലൊരു സുഖമുള്ള ഒരു അടിപൊളി ഭൂമിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളി പ്ലാനറ്റാണ്. വെള്ളമുണ്ട്, കാറ്റുണ്ട്, കടലുണ്ട്, സുഖമുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കെല്ലാം കണ്ടൊക്കെ ആസ്വദിച്ചൊക്കെ പോവാം. അപ്പോൾ അത് മാക്സിമം നശിപ്പിക്കാതെ അത് ആസ്വദിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. നാളെ നമ്മളെല്ലാം ചത്തുപോകും. ഞാനടക്കമുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോകും. അപ്പം അതിനു മുമ്പ് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അത്രയും ജീവിക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പം എനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പം കാട്ടാളൻ പൊളി പെപ്പെ എടിയോ റെഡി.